ജൂലൈ 5, 2025 ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കിയ ഒരു ദിവസമാണിത്. ജാപ്പനീസ് മാംഗ ആർട്ടിസ്റ്റായ റിയോ തൽസുഗി പ്രവചിച്ച ഒരു മഹാദുരന്തം യാഥാർത്ഥ്യമാകുമോ എന്ന ഭയം പലരെയും പിടികൂടിയിരുന്നു. ജപ്പാനിൽ ഒരു വലിയ സുനാമി ഉണ്ടാകുമെന്നായിരുന്നു റിയോ തൽസുഗിയുടെ പ്രവചനം. എന്നാൽ ഈ ഭയം ജപ്പാനെ പിടികൂടിയില്ലെങ്കിലും പ്രവചിക്കപ്പെട്ട ദുരന്തത്തിന്റെ രൂപവും ഭാവവും മാറി അമേരിക്കയിലെ ടെക്സസിനെ അത് ഗ്രസിച്ചു. സുനാമിക്ക് പകരം ടെക്സസിൽ സംഭവിച്ചത് മിന്നൽ പ്രളയമായിരുന്നു. പക്ഷേ നാശനഷ്ടങ്ങളുടെ വ്യാപ്തിയിലും ജീവാപായത്തിലും ഒരു സുനാമിക്ക് സമാനമായ ഭീകരത അത് വഹിച്ചിരുന്നു. ടെക്സസിനെ അക്ഷരാർത്ഥത്തിൽ മുക്കിയ മിന്നൽ പ്രളയം നാടിന് കനത്ത ആഘാതമാണ് നൽകിയത്. പ്രാഥമിക കണക്കുകൾ പ്രകാരം 24 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. എന്നാൽ ദുരന്തത്തിന്റെ യഥാർത്ഥ വ്യാപ്തി ഇതിലും വലുതായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നിരവധി പേരെ കാണാതായിട്ടുമുണ്ട്. ഈ പ്രളയം വരുത്തിവെച്ച സാമ്പത്തിക നഷ്ടം കണക്കാക്കാനായിട്ടില്ല. കൃഷിയിടങ്ങൾ നശിച്ചു, വീടുകൾ തകർന്നു, അടിസ്ഥാന സൗകര്യങ്ങൾ താറുമാറായി. ഹൃദയഭേദകമായ ഒരു വാർത്ത സമ്മർ ക്യാമ്പിൽ പങ്കെടുക്കാൻ എത്തിയ 25 പെൺകുട്ടികളെ കാണാതായി എന്നതാണ്. ഈ കുട്ടികളെ കണ്ടെത്താനുള്ള തീവ്ര ശ്രമങ്ങൾ നടക്കുകയാണ്. അവരുടെ കുടുംബങ്ങളുടെ ആശങ്കയും വേദനയും വിവരണാതീതമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഉന്നതതല നേതാക്കൾ ഈ ദുരന്തത്തിൽ നടുക്കം രേഖപ്പെടുത്തുകയും ടെക്സസിന് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ദുരന്തത്തിന്റെ വ്യാപ്തി കണക്കിലെടുത്ത് ടെക്സസിലെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ റദ്ദാക്കി. ഇത് ദുരന്തത്തിന്റെ തീവ്രതയെ കൂടുതൽ അടിവരയിടുന്നുണ്ട്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ടെക്സസിന്റെ പടിഞ്ഞാറും മധ്യഭാഗത്തുമായി വീണ്ടും പ്രളയമുണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത് ജനങ്ങളുടെ ഭയം വർദ്ധിപ്പിക്കുന്നുണ്ട്. ദുരന്തബാധിത പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. കാണാതായവരെ കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവച്ചും ദുരിതബാധിതർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും നിരവധി പേരാണ് സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുന്നത്. ജൂലൈ 5, 2025 ജപ്പാനിൽ ഒരു സുനാമി ഉണ്ടാകുമെന്നോ റിയോ തൽസുഗിയുടെ പ്രവചനം കേവലം ഒരു കലാകാരന്റെ ഭാവനയായിരുന്നില്ല. അതിനു പിന്നിൽ ജപ്പാനിലെ ജനങ്ങൾക്കിടയിൽ ആഴത്തിൽ വേരൂന്നിയ ഒരു വിശ്വാസ്യതയുണ്ടായിരുന്നു. 70 വയസ്സുകാരിയായ റിയോ തൽസുഗി തന്റെ മാംഗ രചനകളിലൂടെയും പ്രവചനങ്ങളിലൂടെയും ജപ്പാനിൽ ശ്രദ്ധേയയായിരുന്നു. 2011 ജപ്പാനിലുണ്ടായ സുനാമി മുതൽ ഗായകൻ ഫ്രെഡി മെർക്കുറിയുടെ മരണം വരെ പല കാര്യങ്ങളിലും റിയോ തൽസുഗി കൃത്യമായി പ്രവചനങ്ങൾ നടത്തിയതായി ജപ്പാൻ ജനത വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രവചനം കേവലം ഒരു തമാശ എന്നതിലുപരി വലിയൊരു ഭീഷണിയായി അവർക്ക് അനുഭവപ്പെട്ടു. ഈ പ്രവചനം ജാപ്പനീസ് ഭരണകൂടത്തിൽ പോലും ആശങ്കയുണ്ടാക്കി. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും റിയോ തൽസുഗിയുടെ പ്രവചനത്തിന് വലിയ പ്രാധാന്യം നൽകി. ഇത് ലോകമെമ്പാടുമുള്ള ആളുകളിൽ ഉത്കണ്ഠ സൃഷ്ടിക്കുകയും ചെയ്തു. ജപ്പാനിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ കുറവുമുണ്ടാക്കി. വിമാന കമ്പനികളുടെയും ടൂർ ഓപ്പറേറ്റർമാരുടെയും കണക്കനുസരിച്ച് 50% ബുക്കിംഗുകൾ റദ്ദാക്കപ്പെട്ടു. സുനാമി ഭയം കാരണം പലരും തങ്ങളുടെ യാത്രാ പദ്ധതികൾ മാറ്റിവെച്ചു. ഇത് ജപ്പാന്റെ ടൂറിസം മേഖലയെയും അതുവഴി രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെയും കാര്യമായി ബാധിച്ചു. ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലും ഈ പ്രവചനം ആശങ്ക പരത്തി. റിയോ തൽസുഗിയുടെ പ്രവചനം ഒരു വലിയ ദുരന്തമായി യാഥാർത്ഥ്യമായില്ലെങ്കിൽ പോലും അത് ലോകമെമ്പാടുമുള്ള ആളുകളിൽ വലിയ മാനസിക സംഘർഷം സൃഷ്ടിച്ചു. പ്രവചനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമായി. പ്രവചനങ്ങൾ യാഥാർത്ഥ്യമാകുമോ എന്ന ചോദ്യം പലരുടെയും മനസ്സിൽ തങ്ങി നിന്നു. ടെക്സസിലെ പ്രളയ ദുരന്തം റിയോ തൽസുഗിയുടെ പ്രവചനവുമായി ബന്ധപ്പെടുത്തിയാണ് ഇപ്പോൾ പല മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നത്. ജപ്പാനിൽ പ്രവചിക്കപ്പെട്ട സുനാമി രൂപം മാറി ടെക്സസിൽ മിന്നൽ പ്രളയമായി സംഭവിച്ചുവെന്നതാണ് ഒരു വിഭാഗം വിശ്വസിക്കുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ പ്രവചനാതീതമാണെങ്കിലും ചിലപ്പോഴെല്ലാം പ്രവചനങ്ങൾ യാഥാർത്ഥ്യമാകുന്നതിലെ യാദൃശ്ചികത മനുഷ്യനെ അത്ഭുതപ്പെടുത്താറുണ്ട്. റിയോ തൽസുഗി കണ്ട സ്വപ്നം ഭൂമിശാസ്ത്രപരമായ സ്ഥാനം മാറി മറ്റൊരു ഭൂഖണ്ഡത്തിൽ യാഥാർത്ഥ്യമായെന്നുള്ള വ്യാഖ്യാനം ഈ ദുരന്തത്തിന് ഒരു പുതിയ മാനം നൽകുന്നു. ടെക്സസിലെ ജനങ്ങളുടെ രക്ഷയ്ക്കായി വിപുലമായ രക്ഷാപ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. സൈനിക വിഭാഗങ്ങളും 500ഓളം വരുന്ന രക്ഷാപ്രവർത്തകരും നിരവധി ഹെലികോപ്റ്ററുകളും ഈ ദൗത്യത്തിൽ സജീവമാണ്. കാണാതായവരെ കണ്ടെത്താനും ദുരിതബാധിതർക്ക് സഹായം എത്തിക്കാനുമുള്ള ശ്രമങ്ങൾ ഊർജിതമായി നടക്കുന്നുമുണ്ട്. എന്നാൽ ദുരന്തത്തിന്റെ വ്യാപ്തിയും കാണാതായവരുടെ എണ്ണവും കണക്കിലെടുക്കുമ്പോൾ മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രളയത്തിന് ശേഷം രോഗങ്ങൾ പടരാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. കുടിവെള്ളക്ഷാമം, വൈദ്യുതി തടസ്സങ്ങൾ, ഗതാഗത പ്രശ്നങ്ങൾ എന്നിവയും ജനജീവിതത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ടെക്സസ് ജനതയ്ക്ക് ഈ ദുരന്തത്തിൽ നിന്നും കരകയറാൻ വലിയൊരു കാലയളവ് ആവശ്യമായി വരും. പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും വലിയ തോതിലുള്ള സാമ്പത്തിക സഹായവും പിന്തുണയും ആവശ്യമാണ്. പ്രകൃതി ദുരന്തങ്ങളെ നേരിടാൻ മനുഷ്യർ എത്രത്തോളം പ്രാപ്തനാണ് എന്ന ചോദ്യം ഈ സംഭവങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രവചനങ്ങൾ യാഥാർത്ഥ്യമായാലും ഇല്ലെങ്കിലും പ്രകൃതിയുടെ ശക്തിയെ ബഹുമാനിക്കുകയും അതിനെ നേരിടാൻ കൂടുതൽ മുന്നൊരുക്കങ്ങൾ നടത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. റിയോ തൽസുഗിയുടെ പ്രവചനം ഒരു മുന്നറിയിപ്പായി കണക്കാക്കാമെങ്കിൽ ടെക്സസിലെ മിന്നൽ പ്രളയം ഒരു ദുരന്ത പാഠമാണ്. പ്രകൃതിയെ കരുതലോടെ സമീപിച്ചില്ലെങ്കിൽ ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും.